അമേരിക്കയും യുഎന്നും അടക്കം ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഹയാത്ത് തഹ്രീർ അൽ-ഷാം ബഷർ അൽ അസദിന്റെ ഭരണത്തെ അട്ടിമറിച്ച് ഭരണം കൈയാളിയിരിക്കുന്നു. തീവ്രവാദികളായി മുദ്രകുത്തിയിട്ടുള്ള ഒരു സംഘം എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതെന്ന ചോദ്യം ഉയരുമ്പോഴാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. സിറിയൻ വിമത ഗ്രൂപ്പിനെ തീവ്രവാദ പട്ടികയിൽ നിന്ന് യുഎൻ പുറത്താക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ യുഎന്നിന്റെ പിന്തുണയോടെ ചിലപ്പോൾ ഭരണം സുഗമമായി കൊണ്ടുപോകാനായേക്കും. അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ നിലപാടും നിർണായകമാണ്. എന്നാൽ ഇതിനായി HTS തങ്ങളുടെ ഭരണ സമീപനം മാറ്റണമെന്നാണ് യുഎൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉടൻ സിറിയയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. സിറിയയുടെ പുതിയ അധികാരികൾ രാജ്യത്തെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും രാജ്യത്തെ ഒരു ഭാഗത്തിന്റെയും നിയന്ത്രണം നഷ്ടപ്പെടാൻ പോകുന്നില്ലെന്നും സിറിയൻ പ്രതിപക്ഷ രാഷ്ട്രീയ വിഭാഗത്തിന്റെ വക്താവ് അൽ ജസീറ ടെലിവിഷനോട് പറഞ്ഞു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സിറിയയെ പുനർനിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനികൾ, ട്രൂസ്, കുർദുകൾ തുടങ്ങിയ സിറിയയിലെ എല്ലാ വംശീയ ഗ്രൂപ്പുകളോടും അവരുടെ സ്വത്തിനും മതപരമായ സ്ഥലങ്ങൾക്കും ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നും ഞങ്ങൾ ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസദും കുടുംബവും രാജ്യം വിട്ടതിനെക്കുറിച്ച് ഗുരുതരമായ ആരോപണമാണ് വിമതർ ഉന്നയിച്ചിരിക്കുന്നത്. മോസ്കോയിൽ അഭയം പ്രാപിച്ച അസദ് റഷ്യയിലും സിറിയയിലെ പോലെ തന്നെ അത്യാഡംബര ജീവിതം തന്നെയാണ് നയിക്കുന്നതെന്നാണ് ആരോപണം. അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് 1,60,000 കോടി രൂപയുമായിട്ടാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. മോസ്കോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ശതകോടികൾ വില വരുന്ന ആഡംബര ഫ്ളാറ്റുകൾ അസദ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ഭാര്യ അസ്മ അൽ അസദും 3 മക്കളുമൊത്താണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത്. ബ്രിട്ടനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അസ്മ സിറിയയിൽ ആഡംബര ജീവിതത്തിന്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ടതാണ്. ഷേക്സ്പിയറിന്റെ കുപ്രസിദ്ധ കഥാപാത്രമായ ലേഡി മാക്ബത്തിനോടാണ് ഇവരെ ഉപമിച്ചിരുന്നത്. റഷ്യയിലും ഇവർക്ക് വൻതോതിൽ സ്വത്തുക്കളും നിക്ഷേപവും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അസദിന്റെ കുടുംബം 20ഓളം അപ്പാർട്ട്മെന്റുകൾ വാങ്ങിക്കൂട്ടിയെന്നാണ് കണക്ക്. ഇതിനായി 30 മില്യൺ പൗണ്ടാണ് ഇവർ ചെലവിട്ടത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകാൻ തീരുമാനിച്ചതെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അസദും കുടുംബവും എവിടെയാണ് താമസിക്കുന്നതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ റഷ്യ തയ്യാറായിട്ടില്ല. വടക്ക് കിഴക്കൻ പ്രവിശ്യയിലെ ലറ്റാക്കിയ വിമാനത്താവളത്തിൽ നിന്ന് ഒരു റഷ്യൻ വിമാനം പറന്നുയരുന്നത് പലരും കണ്ടിരുന്നു. ഈ വിമാനത്തിലാണ് അസദ് രക്ഷപ്പെട്ടതെന്ന് വേണം കരുതാൻ. മാനുഷിക പരിഗണന നൽകിയാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകിയതെന്നാണ് റഷ്യൻ സർക്കാർ പറയുന്നത്. അസദും കുടുംബവും മോസ്കോയിലെ സ്വന്തം അപ്പാർട്ട്മെന്റിലാണോ അതോ സർക്കാർ നൽകിയ സുരക്ഷിത സ്ഥാനത്താണോ താമസിക്കുന്നതെന്ന കാര്യവും വ്യക്തമല്ല.